2 മക്കളുണ്ട്, 3ാമത്തെ കുട്ടി എന്ന് പറഞ്ഞ ഈ കോളേജ് ആണെന്നാ. ഇന്നത്തെ നൈറ്റ് എന്ന് പറയുന്നത് ഫുള്ള് നമ്മളിവിടെ പൊളിച്ചടുക്കും. ഞാൻ കോളേജിന്റെ മുകളിൽ തന്നെ താമസിക്കുന്നത്. അപ്പൊ ചുറ്റും നടക്കുന്ന എല്ലാവർക്കും കാണാനും പറ്റും. ഈ പരിപാടിയൊക്കെ വരുമ്പോൾ ഭയങ്കര എൻജോയ്മെന്റ് ആണ്, നല്ല രസമാണ്. ഇത് 3rd എഡിഷൻ ആണ്, നന്നായിട്ട് പോകുന്ന യുഗ. അത് ജസ്റ്റ് ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളെങ്കിൽ ഒരു 3 വർഷം 4 വർഷം അവിടെ താമസിക്കുന്ന കുട്ടികൾ ശരിക്കും വീർപ്പ് മുട്ടും. Today is our yoga program. So yeah, besides study, we are also enjoying our college life. എത്ര റോങ്ങിൽ നിൽക്കുന്ന പിള്ളേരെ ആണെങ്കിൽ പോലും നമുക്ക് അവരെ ഒന്ന് കൗൺസിൽ ചെയ്ത് അല്ലെങ്കിൽ അവരെ സ്നേഹിച്ച് കൂടെ നിർത്തി അവരെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. 23 വർഷം പ്രായമുള്ളൊരു കോളേജാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസിന്റെ കാര്യത്തിന് നമ്പർ 1 ആണ്. കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, നല്ല കാലാവസ്ഥയും കാര്യങ്ങളും. കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ നല്ല ഫ്രഷ് എയറും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്രാവശ്യം തന്നെ ഓട്ടോമോട്ടീവ് എക്സ്പോ ഉണ്ട്, പ്രശസ്തനായ ബാബ്സ് ആണ് വരുന്നത്, മ്യൂസിക്കൽ പ്രോഗ്രാം ഉണ്ട്, KS ഹരിശങ്കറാണ് ചെയ്യുന്നത്. കോളേജ് വന്നപ്പോൾ തൊട്ട് മനോഹരമാണ്, ബോറൊന്നുമില്ല, ഹാപ്പിയാണ് എല്ലാവരും. ഒരാള് പഠിച്ചിട്ട് അവരുടെ മക്കളെ ഇവിടെ വിടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഉത്തരവാദിത്വം കെയറിങ്ങുമാണ്. അതെ അതെ. ഇപ്പം വരാൻ നേരം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പോകാൻ നേരം നമുക്ക് അതിൻ്റെ ഒരു വിഷമമുണ്ട്. നമസ്കാരം. നമ്മൾ ബാംഗ്ലൂരിലാണ് നിൽക്കുന്നത്. ഒരു നേഴ്സിംഗ് കോളേജിൽ ഇത്ര ഗംഭീര പരിപാടി നമുക്ക് നേരിട്ട് കാണാം. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിരുന്നു ഇവിടുത്തെ ഈ കോളേജിന്റെ. ആ കോളേജിന്റെ വീഡിയോ കണ്ടത് കുറെ ആൾക്കാരെ നമ്മളെ വിളിച്ചിട്ടുള്ളതാ. അപ്പൊ ശരിക്കും ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടാം. സാറേ നമസ്കാരം. നമസ്കാരം. സാർ നമ്മുടെ കോളേജിന്റെ പേര്? ഫെയ്ത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സാറിന്റെ പേര്? സാമുവൽ ഡേവിഡ്. ശരിക്കും ഈ നേഴ്സിംഗ് കോളേജിൽ ഇങ്ങനെയുള്ള വമ്പൻ പ്രോഗ്രാം നടത്താറുണ്ടോ? തീർച്ചയായും. ഇത് യുഗ സീസൺ 3 ആണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ വർഷവും അതിൻ്റെ അങ്ങേ വർഷവും എല്ലാ വർഷവും ഉണ്ട്. വലിയ വലിയ പ്രോഗ്രാമുകളായിരുന്നു. അപ്പൊ ശരിക്കും ഓരോ വർഷവും ഇങ്ങനെ ഗംഭീര പരിപാടികളാണ് നടത്തുന്നത്. അതെ അതെ. കഴിഞ്ഞ വീഡിയോയിൽ കുറെ ആൾക്കാർ ഇങ്ങനെ പിന്നെ കേരളത്തിൽ നിന്ന് കുട്ടികൾ ഇങ്ങോട്ട് വരുവാന്നല്ലോ. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, 2 പേരൂടെ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു കോളേജാണ്. അപ്പം സ്വന്തം കുട്ടികളെ കാണുന്നതിന്റെ കൂട്ട് തന്നെയാണ് കോളേജിലെ കുട്ടികളെ ഇവിടെ കാണുന്നത്. എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്? പ്രധാനമായും ഞങ്ങൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നതിൻ്റെ ഉദ്ദേശം, പഠിക്കാൻ വരുന്ന കുട്ടികൾ തീർച്ചയായും പഠനത്തിൻ്റെ ഒരുപാട് ടെൻഷനുണ്ട്. അപ്പം ടെൻഷനിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ഒരു എക്സലൻസിലേക്ക് അവർക്ക് വരാൻ പറ്റത്തില്ല. അവർക്ക് മാനസിക ഉല്ലാസം ആവശ്യമാണ്. അപ്പോൾ അതിനാവശ്യമായ കല, സാഹിത്യം, സ്പോർട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു നല്ല ഒരു വ്യക്തിയെ നമുക്ക് അതിൽ കൂടെ വാർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഡ്രഗ്സ്, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും അവരുടെ മൈൻഡ് തിരിയത്തില്ല. അവർ സ്പോർട്സും അങ്ങനെയുള്ള ആക്ടിവിറ്റീസും കലയും സാഹിത്യവും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഒരു മിക്സറാണ് സത്യത്തിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ കൂടെയാണ് സത്യത്തിൽ കുട്ടികളുടെ സ്വഭാവം, അവരുടെ പഠിക്കുന്ന രീതികൾ ഇതെല്ലാം വാർത്തെടുക്കാൻ പറ്റുന്ന ഇതിൽ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ മേഖലകളെല്ലാം ഒരുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. പഠനത്തോടൊപ്പം തന്നെ എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്? ഇവിടെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒത്തിരിയുണ്ട്, കലാമത്സരങ്ങൾ ഒത്തിരിയുണ്ട്. ഇവിടെ കോളേജ് ഫെസ്റ്റ് തന്നെയുണ്ട്. കോളേജിലെ മുഴുവൻ സ്റ്റുഡൻസിനെയും 4 ടീമായിട്ട് ഞങ്ങൾ മാറ്റിയിട്ട്, ഓരോ ഗ്രൂപ്പുകളായി മാറ്റിയിട്ട് അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ, പല ആർട്സ് സ്പോർട്സിൽ എല്ലാം കോമ്പറ്റീഷനുണ്ട്. അത് വർഷങ്ങളായി തുറന്നു വരുന്നതാണ്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഏഷ്യൻ ഗെയിംസിലൊക്കെ ഉള്ള കോമ്പറ്റീഷൻ അതേ സ്പിരിറ്റോടെയാണ് കുട്ടികൾ ഈ ആക്ടിവിറ്റികളിലൊക്കെ പങ്കെടുക്കുന്നത്. നേഴ്സിങ്ങിന് ഏതൊക്കെ രീതിയിലുള്ള അഡ്മിഷനാണ് ഉള്ളത് ഇവിടെ? ഇവിടെ ജനറൽ നഴ്സിംഗ് ഉണ്ട്, BSc നഴ്സിംഗ് ഉണ്ട്. അപ്പം എങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് നമ്മൾ പഠന രീതി? ഇവിടെ ശരിക്കും തിയററ്റിക്കൽ എഡ്യൂക്കേഷനും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലിനിക്കലിനും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും നല്ല എക്സ്പോഷർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇയർ അവർക്ക് ജനറൽ ഡ്യൂട്ടികളാണ് വരുന്നത്. അവർക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. സെക്കൻഡ് ഇയർ ജയദേവ കാർഡിയോളജി ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അത് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ കാർഡിയോളജി ഹോസ്പിറ്റലാണ്. തേർഡ് ഇയർ BSc നഴ്സിംഗ് പഠിക്കുമ്പോൾ കമ്മ്യൂണിറ്റി ആണ് അവർക്ക് മെയിനായിട്ട് വരുന്നത്. ഞങ്ങൾക്ക് 2 കമ്മ്യൂണിറ്റി സെൻ്ററുണ്ട്. പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഗവൺമെൻറ്റുമായിട്ട് ടൈപ്പാണ്. 4th ഇയറിൽ മെയിൻ വരുന്നത് ഗൈനിക്കാണ്. BSc നഴ്സിംഗിൽ ഗൈനിക്കിന് ശരിക്കും ഗൈനിക്കിന് വേണ്ടി മാത്രം ഗവൺമെൻറ് ഒരു ഗൗഷ്യ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. ദിവസവും ഒരു 40-50 ഡെലിവറി ആവറേജ് നടക്കുന്ന ഹോസ്പിറ്റൽ. നല്ല എക്സ്പോഷറാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ ആവുന്നതുകൊണ്ട് ഇവർക്ക് എക്സ്പീരിയൻസ് നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഞങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. അത് ആദ്യത്തെ മാസം മുതൽ തന്നെ തുടങ്ങി അതിൻ്റെ കോഴ്സിൻ്റെ അവസാന വർഷം വരെയും ഇത് ഞങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് ഈ ഫീസിൽ കൂടാതെ ഫ്രീ ആയിട്ട് പിന്നെ കോളേജിന്റെ ഫീസായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പാക്കേജായിട്ട് വാങ്ങിക്കുന്നത്. അതിൻ്റെ കൂടെ ബാക്കി എല്ലാം അഡീഷണലാണ്. പിന്നെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും BSc നഴ്സിംഗിലൊക്കെ നല്ല എക്സലൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക്, നല്ലോണം സബ്ജക്റ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് 4th ഇയറിൽ അമേരിക്കയിൽ RN ആകാനുള്ള NCLEX RN എന്ന് പറയുന്ന എക്സാം ഉണ്ട്. ഞങ്ങൾക്ക് അമേരിക്കയിൽ ഒരു സെൻ്റർ ഉണ്ട്, സോളമൻ ഹെൽത്ത് കെയർ അക്കാഡമി ഡാളസിൽ. അവിടുന്ന് ഓൺലൈനായിട്ട് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആ ട്രെയിനിങ് എടുക്കുന്ന കുട്ടികൾക്ക്
ഈ BSc നഴ്സിംഗ് പാസ്സാകുന്ന കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് NCLEX ആറിൻ്റെ എക്സാം എഴുതാൻ പറ്റും. ബാംഗ്ലൂർ തന്നെ എക്സാം സെൻറ്റർ ഉണ്ട്. ആ എക്സാമും കൂടെ പാസ്സായാൽ തീർച്ചയായും കുട്ടികൾക്ക് ആരുടെയും സഹായമില്ലാതെ അമേരിക്കയിലേക്ക് പോകാൻ പറ്റും. അവസരങ്ങൾ മുമ്പിലുണ്ട്. മറ്റു കോളേജിലെ എക്സാം ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് യൂണിവേഴ്സിറ്റി എക്സാം സെൻ്ററാണ്. പല കോളേജുകളും ഇവിടെ വന്ന് പരീക്ഷ എഴുതുന്നുണ്ട്. എക്സാം സെൻ്റർ ആയത് ഇന്നും നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് പ്രാക്ടിക്കൽ എക്സാം നടന്നുകൊണ്ടിരിക്കുക. സാർ നാട്ടിൽ എൻ്റെ കൊല്ലം ജില്ലയിൽ ആവണീശ്വരം, കൊട്ടാരക്കരയ്ക്കും പത്തനാപുരത്തിനും ഇടയ്ക്ക് ആവണീശ്വരം എന്ന സ്ഥലമാണ് ഉള്ളത്. മാഡം നമസ്കാരം. പേര്? കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ രണ്ടുപേരും കൂടെ കുട്ടികളെ നോക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ കോളേജ് മുന്നോട്ട് വന്നത്. എന്താണ് പറയാനുള്ളത്? അവരാണല്ലോ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ഈവൻ ശരിക്കും പറഞ്ഞാൽ ഒരു വെക്കേഷൻ ടൈമിൽ പോലും ഇവരുടെ ഒരു മൂവ്മെൻറ്റ്സ് ഇല്ലാതെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മോനും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. മോള് ഡോക്ടറാണ്, ഇവിടെ ബാംഗ്ലൂർ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. മോന് ഇപ്പോൾ MBA സെക്കൻഡ് സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏറെക്കുറെ ഇതേ പ്രായത്തിലുള്ള മക്കളാണ് ഞങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളുടെ ചാബല്യങ്ങളും അവരുടെ ചിന്തകളും എല്ലാം ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എത്ര വർഷമായി? 2003 ഈ കോളേജ് തുടങ്ങിയത്. 23 വർഷം പ്രായമുള്ളൊരു കോളേജാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസിന്റെ കാര്യത്തിന് നമ്പർ 1 ആണ്. കാരണം അച്ഛനമ്മമാർ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് വിടണമെന്നുണ്ടെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു കോളേജിലേക്ക് വിടുമ്പോൾ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് വിടാൻ പറ്റും അവർക്ക്. ഞങ്ങൾ ഇവിടെ വന്ന് കാണുമെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അഭിപ്രായം നിങ്ങൾ കേൾക്കണം. ആ അഭിപ്രായം കൊണ്ടാണ് രണ്ടാമത് നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടി വന്നത്. ബാക്കി പറഞ്ഞു കേട്ടോ. ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവരുടെ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള കുരുത്തക്കേടുകളും ഇവരുടെ തമാശകളും ഇത് തന്നെ ഒരു ഭയങ്കര ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ദെൻ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അവരുടെ മിസ്റ്റേക്കുകളൊക്കെ അവരുടെ കൂടെ ഇരുന്ന് തന്നെ മനസ്സിലാക്കി അവരെ കറക്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ എടുത്തത്. എല്ലാവരും പറയുന്നത് ഇത് 3ാമത്തെ ഒരു കുട്ടിയാണെന്നാണ്. തീർച്ചയായും 2 മക്കളുണ്ട്. 3ാമത്തെ കുട്ടി എന്ന് പറഞ്ഞ ഈ കോളേജാണെന്നാ. അല്ലയോ? അപ്പം ശരിക്കും ഇവിടെ തന്നെ താമസിക്കുന്നില്ലയോ? ഞാൻ കോളേജിന്റെ മുകളിൽ തന്നെ താമസിക്കുന്നത്. അപ്പൊ ചുറ്റും നടക്കുന്ന എല്ലാവർക്കും കാണാനും പറ്റും. അത് ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. കളിക്കാനായാലും ഓടാനായാലും മരങ്ങളും എല്ലാം അടിപൊളിയാണ് ഇവിടെ. കാരണം ഈ നമ്മൾ ഒരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ അത് ജസ്റ്റ് ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളെങ്കിൽ അവിടെ ഒരു 3 വർഷം 4 വർഷം അവിടെ താമസിക്കുന്ന കുട്ടികൾ ശരിക്കും വീർപ്പും മുട്ടും. അതെ തന്നെ. ഇപ്പം നമ്മളായാലും വെളിയിലേക്ക് ഇറങ്ങാനൊരു സൗകര്യമില്ല. റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ ഒരു ജയിലിൽ കിടക്കുന്ന പോലെ അവസ്ഥയായിരിക്കും. അതെ തന്നെ. 4 വർഷം പഠിക്കേണ്ടതല്ലേ. അപ്പോൾ അവർ മാനസികമായി അവർ കുറച്ച് ഫ്രീ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പഠിക്കുന്നതൊക്കെ അവരുടെ മനസ്സിലേക്ക് പോകത്തുള്ളൂ. കാണാതെ പഠിക്കുന്ന കാര്യങ്ങളല്ലല്ലോ, അവർ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങളല്ലേ. അപ്പോൾ അവരുടെ മനസ്സിന് ഒരു നല്ല ശാന്തത എപ്പോഴും ആവശ്യമാണ്. അതുപോലെ ഫുഡിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മലയാളികൾ തന്നെയാണ് പാചകം ചെയ്യുന്നത്. അല്ലാതുള്ള രീതി എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല, ഞങ്ങൾ തന്നെ വന്നപ്പോഴും കഴിച്ചാണ്, അത് കഴിഞ്ഞിട്ടും കഴിച്ചാണ്. ഫുഡ് എല്ലാം വളരെ സൂപ്പറാണ്. അതൊരു വെള്ളം ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വെള്ളമാണ്. കാരണം ബാംഗ്ലൂരിലോട്ട് ഒരു കുട്ടിയെ വിടുമ്പോൾ ആദ്യം ചോദിക്കുന്ന 2 കാര്യങ്ങളിൽ ഒന്ന് വെള്ളവും അതുപോലെ തന്നെ ഫുഡുമാണ്. അതിലും ഞങ്ങൾക്ക് ഇവിടെ 3 ബോർവെല്ലുണ്ട്. 3 ബോർവെല്ലും ഇഷ്ടം പോലെ വെള്ളമുണ്ട്. നമ്മുടെ തന്നെ. അതെ, നമ്മുടെ തന്നെയാണ്. അതുകൂടാതെ നമ്മൾ മിനറൽ വാട്ടർ പ്ലാന്റ്, വലിയ ഓവർഹെഡ് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ 2000 ലിറ്റർ മിനറൽ വാട്ടർ ശുദ്ധീകരിച്ച് വരുന്ന പ്ലാന്റ് കോളേജിൽ വെച്ചിട്ടുണ്ട്. ഹോസ്റ്റലിൽ 500 ലിറ്റർ ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് ഹോസ്റ്റലുകളിലും വെച്ചിട്ടുണ്ട്. യങ്സ്റ്റേഴ്സ് ആണ്, ടീനേജ് കുട്ടികളാണ് ഇവർ. ഈ ഒരു ടൈമിലാണ് അവരുടെ ചിന്തകൾ ലെഫ്റ്റ് ഓർ റൈറ്റ് അവർ തീരുമാനിക്കുന്നത് പോലും. അതിൻ്റെ ഡിഫറെൻറ്റ് കൾച്ചറിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളാണുള്ളത്. അവരുടെ ഈവൻ ചൈൽഡ്ഹുഡ് ട്രോമകളുള്ളവരുണ്ടായിരിക്കാം, ദെൻ ഭയങ്കര എയിമുമായിട്ട് വരുന്നവരുണ്ടായിരിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവർ മിക്സഡ് ആകുവാണ്, പലരുമായിട്ട് മിക്സഡ് ആകുവാണ്. ഇതിൽ ഓരോരുത്തരെയും നമ്മൾ മനസ്സിലാക്കി ഈ പുസ്തകം പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ആർട്സ് സ്പോർട്സ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കുഞ്ഞുങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ഭയങ്കര ഭയങ്കര ടാസ്ക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൈൻഡിനെ ഒന്ന് ക്യാച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. ആ മൈൻഡിനെ നമ്മളൊന്ന് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര റോങ്ങിൽ നിൽക്കുന്ന പിള്ളേരെ ആണെങ്കിൽ പോലും നമുക്ക് അവരെ ഒന്ന് കൗൺസിൽ ചെയ്ത് അല്ലെങ്കിൽ അവരെ സ്നേഹിച്ച് കൂടെ നിർത്തി അവരെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അപ്പോൾ ധൈര്യമായിട്ട് വിടുന്നവർക്ക്, അച്ഛനമ്മമാർക്ക് ഇവിടെ സ്വന്തം മക്കളെ നോക്കുന്ന പോലെ തന്നെ ഇവിടെ നോക്കും. തീർച്ചയായിട്ടും. വെക്കേഷൻ എൻ്റെ പിള്ളേർ നാട്ടിൽ പോയിട്ട് അവരുടെ അമ്മമാരോട് പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ ഒരു അമ്മയുണ്ടെന്ന്. സാറേ, ശരിക്കും ഇത്രയും വലിയൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ ഇങ്ങനൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പരിപാടിയല്ല. ഇച്ചിരി പ്രോഗ്രാമിൻ്റെ വലിപ്പമല്ല ഞങ്ങളെ സംബന്ധിച്ച് പ്രധാനം. എന്നുവെച്ചാൽ നല്ല പ്രോഗ്രാംസാണ് എപ്പോഴും നടക്കുന്നത്. ഞങ്ങളുടെ പ്രധാന ആവശ്യം ഞങ്ങളുടെ കുട്ടികളുടെ മാനസിക ഉല്ലാസമാണ്. ഇപ്രാവശ്യം തന്നെ ഓട്ടോമോട്ടീവ് എക്സ്പോ ഉണ്ട്. പ്രശസ്തനായ ബാബ്സ് ആണ് വരുന്നത്.
അതുപോലെ തന്നെ എന്നെ മ്യൂസിക്കൽ പ്രോഗ്രാമുണ്ട്. KS ഹരിശങ്കറാണ് ചെയ്യുന്നത്. എല്ലാ ഫേമസ് ആയിട്ടുള്ള ആളുകളാണ് വരുന്നത് ഈ പ്രോഗ്രാമിലെല്ലാവരും. കഴിഞ്ഞ വർഷങ്ങളിലും ഇതുപോലെ എല്ലാ പ്രോഗ്രാം എല്ലാം അതുപോലെയുള്ള ആളുകളായിരുന്നു വന്ന് പ്രോഗ്രാംസ് എല്ലാം നടത്തി. ഇനി കഴിഞ്ഞിട്ട് ഓണപരിപാടി ഉണ്ട്. ഇനി തൊട്ട് പറയാൻ വരുന്നുണ്ട് ഓണ പ്രോഗ്രാം അല്ല, ഇനി ഓണ പ്രോഗ്രാം വേറെയുണ്ട്. ഓണ പ്രോഗ്രാമിന് ശരിക്കും ഞങ്ങളിവിടെ വലിയ ഓണസദ്യ ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ ചുറ്റുപാടുമുള്ള എല്ലാ മലയാളികളെയും വിളിച്ചിട്ടാണ് ഞങ്ങൾ ഓണസദ്യ നടത്തിയത്. എല്ലാവർക്കും ഫ്രീ, കുട്ടികളെ ഫുൾ ഇൻവോൾവ് ചെയ്യിച്ച് കുട്ടികളുടെ സന്തോഷം, കുട്ടികളെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത്, ഓണസദ്യ കഴിക്കുന്നത്, ഒരുപാട് വിഭവങ്ങളൊക്കെ ചേർത്ത് ഇലയിൽ ഓണസദ്യ വിടുന്നത്, അതൊക്കെ ഭയങ്കര അനുഭവമാണ്. ഓണക്കളികൾ അതെല്ലാം അനുഭവമാണ്. ശരിക്കും നാട്ടിൽ പലപ്പോഴും മിസ്സാകുന്ന പല കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ കിട്ടും. വടംവലിയൊക്കെ ഉണ്ട് കേട്ടോ, ഉറിയടിയുണ്ട്, വടംവലിയുണ്ട്, തലനടി മത്സരം പറ്റുമെങ്കിൽ ഞങ്ങൾ വരും കേട്ടോ. തീർച്ചയായും. സാർ, ഈ കോളേജിന് വേറൊരു വലിയ പ്രത്യേകതയുണ്ട്. എന്തോ പ്രത്യേകത? അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾ അവരുടെ മക്കളെ ഇങ്ങോട്ട് വിടാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളുടെ മക്കൾ വന്ന് പഠിച്ചിട്ടുണ്ട്, ഇവിടെ പഠിക്കുന്നുണ്ട്. അവരുടെ എല്ലാം റിലേറ്റീവ്സിനെ എല്ലാം ഇങ്ങോട്ടാണ് പലരും വിടുന്നത്. അപ്പം ഏറ്റവും വലിയ ഒരു രഹസ്യം പറയാം, പല കോളേജിൻ്റെയും അഡ്മിഷൻ ചെയ്യുന്ന കൺസൾട്ടൻസ് അവരുടെ പേഴ്സണൽ അഡ്മിഷൻ ഇങ്ങോട്ടാണ് പറഞ്ഞു വിടുന്നത്. ഒരാള് പഠിച്ചിട്ട് അവരുടെ മക്കളെ ഇവിടെ വിടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഉത്തരവാദിത്വം കെയറിങ്ങുമാണ്. നമസ്കാരം. ഹലോ, പേര് നന്ദിത. എങ്ങനെയുണ്ട് പ്രോഗ്രാം അടിപൊളിയാണ്. ഇനിയിപ്പം നമ്മളിവിടെ അടിച്ചു പൊളിക്കാൻ പോവാ. ഇനി ഇന്നത്തെ നൈറ്റ് എന്ന് പറയുന്നത് ഫുള്ള് നമ്മളിവിടെ പൊളിച്ചടുക്കും. ഇവിടെ അടിച്ചിളക്കാൻ പോവാ. അതെ, ഇത് കഴിഞ്ഞ ഓണപരിപാടി ഉണ്ട്. ഓണപരിപാടി ഉണ്ട്. ഇനിയും ഇങ്ങനെ പ്രോഗ്രാംസ് കുറേ വന്നോണ്ടിരിക്കല്ലേ. ഒരു വർഷം കുറേ പ്രോഗ്രാംസ് നമുക്കുണ്ട്. ഇല്ലയോ? പിന്നെ അടിപൊളി. പിന്നെ നമ്മുടെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യല്ലേ. പഠിത്തത്തിന്റെ കൂടെ നമുക്ക് ഇങ്ങനെ എക്സ്ട്രാ ഓരോ എന്റർടൈൻമെന്റ്സ് ആണല്ലോ ഇതെല്ലാം. അപ്പൊ നമ്മള് സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിട്ട് ലൈഫ് നമുക്ക് അടിപൊളിയാണ്. അടുത്ത ആളെ പരിചയപ്പെടാം. പേരെന്ത് വരുന്നത്? അന്ന. എങ്ങനെയുണ്ട് പ്രോഗ്രാം ഇവിടെ ഇത് 3rd എഡിഷൻ ആണ്. നന്നായിട്ട് പോകുന്നു. യുഗ. പേരെന്ത് വരുന്നത്? നികിത. സ്ഥലം എവിടാ? കോട്ടയം. സ്ഥലം എവിടാ? ഞാൻ ഇടുക്കി. മലയാളികൾ ഒത്തിരി പേരുണ്ട് ഇവിടെ. ഒത്തിരി പേരുണ്ട്. ഈ പരിപാടിയൊക്കെ വരുമ്പോൾ ഭയങ്കര എൻജോയ്മെന്റ് ആണ്, നല്ല രസമാണ്. Hello everyone. Today we are at our 5th college and today is our yoga program. So yeah, besides study, we are also enjoying our college life. നമുക്ക് ഒരാളെ പരിചയപ്പെടാം. നമസ്കാരം. പേര്? നീരജ്. എവിടെ? സ്ഥലം എവിടാ? പത്തനംതിട്ട. എങ്ങനെയുണ്ട് കോളേജൊക്കെ അടിപൊളിയാണ്. നല്ല ഇപ്പം പ്രോഗ്രാം നടക്കാൻ പോവാണ് യുഗ. അതുപോലെ തന്നെ ഇപ്പം KS ഹരിശങ്കറാണ് പ്രോഗ്രാമിന് വരുന്നത്. നമ്മൾ മാക്സിമം അടിപൊളിയാക്കാൻ നോക്കുന്നു. ബാംഗ്ലൂരിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ആദ്യമായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നില്ല. അതെ. ഗംഭീര പരിപാടിയാണ്. നേഴ്സിംഗ് കോളേജിൽ ആദ്യമായിട്ടാണ് വരുന്നത്. നേഴ്സിംഗ് കോളേജിലെ ആദ്യത്തെ പരിപാടിയാണ് ഇങ്ങനൊരു സംഭവം. അതുപോലെ തന്നെ ഈ ഒരു വർഷം പല പ്രോഗ്രാമുകളും ഉണ്ടല്ലോ. ഇനി ഓണപരിപാടി വരാൻ, ഇനി അത് ഇങ്ങനെ ഓണപരിപാടി എല്ലാം വരാനുണ്ട്. അപ്പോൾ ഇവിടെ പഠിക്കാൻ വരുന്നവർക്ക് ഗംഭീരമാണ്. എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വീട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടി സന്തോഷമായിട്ട് ഇവിടെ അടിച്ചു പൊളിച്ച് നിൽക്കാൻ പറ്റും. ഫുഡൊക്കെ അടിപൊളിയല്ലയോ? പിന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെയാണ്. കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, നല്ല കാലാവസ്ഥയും കാര്യങ്ങളും. കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ നല്ല ഫ്രഷ് എയറും കാര്യങ്ങളൊക്കെ കിട്ടും. 4ാം വർഷം പഠിക്കുന്ന ഒരാളോട് ചോദിക്കാം, എങ്ങനെയുണ്ട് കോളേജ്? പേരെന്തുവാ? അഞ്ജിത്ത്. സ്ഥലം? കൊല്ലം. എങ്ങനെയുണ്ട് നമ്മുടെ കോളേജ് വന്നപ്പോൾ തൊട്ട് മനോഹരമാണ്. ബോറൊന്നുമില്ല, ഹാപ്പിയാണ് എല്ലാവരും. അവിടെ പ്രോഗ്രാം, പഠിത്തത്തിൻ്റെ കൂടെ പ്രോഗ്രാം, എല്ലാവരും ഹാപ്പിയാണ്. കുഴപ്പമൊന്നും. ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഫുഡൊക്കെ നല്ലതാണ്. ചിക്കനുണ്ട്, മുട്ടയുണ്ട്, എല്ലാം ഹാപ്പിയാണ് എല്ലാവരും. വെള്ളം എല്ലാം അടിപൊളി. നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ വന്നായിട്ടൊരു തോന്നുന്നില്ല? ഇല്ല, അതൊന്നുമില്ല. നമുക്ക് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. കോളേജ് നല്ല എല്ലാവരും കെയറിംഗ് ആണ്, സ്നേഹമാണ്. പേര്? എന്റെ പേര് അഷ്കർ. എവിടെ സ്ഥലം? ഞാനും കൊല്ലം തന്നെ. കേരളത്തിൽ നിന്ന് കുറെ പേരുണ്ട് ഇവിടെ. എങ്ങനെയുണ്ട്? മലയാളീസ് ആണ്, മലയാളി മാനേജ്മെന്റ് ആണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പം ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇയർ ആണല്ലോ. അപ്പം വരാൻ നേരം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പോകാൻ നേരം നമുക്ക് അതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പൊ പോകാൻ നേരം ഒരു വിഷമം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടുത്തെ കെയറിംഗ് ആയാലും എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇതെല്ലാം കണ്ടപ്പോൾ ഞെട്ടിപ്പോയല്ലേ? മെയിൻ ആയിട്ടൊരു സംഭവം എന്ന് പറയുന്നത്, സാധാരണ നേഴ്സിംഗ് കോളേജിലൊന്നും ഇങ്ങനൊരു സംഭവം ഉണ്ടാവത്തില്ല. ഇതുപോലുള്ള പ്രോഗ്രാമോ മറ്റു കാര്യങ്ങളോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, വന്നു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. നിങ്ങൾക്ക് ഈ ഓരോ വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവും. സാറേ, നമ്മുടെ കോളേജിന്റെ പേര്? ഫെയ്ത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എങ്ങനെയാണ് ഇവിടെ വരേണ്ടത്? ഈ സ്ഥലം? ഇത് ഫെയ്ത്ത് സിറ്റി, മൈലപ്പനഹള്ളി, യലഹങ്കയ്ക്ക് അടുത്താണ്. യലഹങ്ക ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി. അപ്പോൾ ഇവിടെ വന്ന് തിരക്കിയാൽ മാത്രം മതി? യെസ്. ബാംഗ്ലൂരിൽ എവിടെയെങ്കിലും വന്ന ശേഷം ഒരു യൂബർ അല്ലെങ്കിൽ ഓല, ഒരു ടാക്സിയിൽ ഫെയ്ത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനായിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ഒരു 20-22 കിലോമീറ്ററിനകത്തേ ഉള്ളൂ മെജസ്റ്റിക്കിൽ നിന്നും മടിവാളയിൽ നിന്നൊക്കെ വരാനായിട്ട്. വളരെ ഈസി ആയിട്ട് വരാൻ പറ്റും. നേരെ ഇവിടെ എത്താൻ പറ്റും.